നമസ്കാരം. പോലീസിൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ് ഇന്നലെ നിലമ്പൂർ ഇലക്ഷനെക്കുറിച്ചുള്ള വാർത്തയിൽ ഞാൻ പുറത്തുവിട്ടത്. അത് പ്രകാരം ഈ നിലമ്പൂരിൽ ഏകദേശം 40,000-നും 50,000-നും വോട്ടിന് UDF വിജയിക്കുമെന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അതിന് കാരണം ഇപ്പോൾ ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നത് ആൻറ്റി ഗവൺമെൻറ് ഒരു 15% വോട്ട് മറിയുമെന്നാണ്. അതായത് 1,28,000 വോട്ടാണ് ഉള്ളതെങ്കിൽ അതിൻ്റെ 15% എന്ന് പറഞ്ഞാൽ അത്രയും 22,000 വോട്ട് വരെ ആവാം. എന്നാൽ അത് നമ്മൾ ഇടതുപക്ഷ മുന്നണിക്ക് കിട്ടിയ വോട്ടിൻ്റെ 15% കണക്കൂട്ടാം. കഴിഞ്ഞ തവണ 79,000 വോട്ടാണ് 81,000 വോട്ടാണ് കിട്ടിയിരിക്കുന്നത്. ആർക്ക്? ആര്യാടൻ നമ്മുടെ PV അൻവറിന്. അങ്ങനെ വരുമ്പോൾ 81,000 വോട്ടിൻ്റെ 15% 12,000 വോട്ട് എൻ്റെ അടുത്ത്, അല്ലെങ്കിൽ 12,000 to 15,000 വോട്ടിൻ്റെ അടുത്ത് നെഗറ്റീവ് വോട്ടുണ്ട് ഇത്തവണ നിലമ്പൂരിൽ എന്നുള്ളതാണ് പറയുന്നത്. അതായത് പിണറായി സർക്കാരിനെതിരെയുള്ള ജനങ്ങൾ വളരെയധികം ശക്തമായ ജനവികാരം, കൊടുങ്കാറ്റ് തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. PV അൻവർ വഴി മിനിമം 10,000 വോട്ടെങ്കിലും മറിയുമെന്ന് പറയുന്നത്. അതായത് 12,000, 22,000 വോട്ട് അല്ലെങ്കിൽ 25,000 വോട്ട് ആ വഴിക്ക് മറഞ്ഞാൽ 25,000 വോട്ട് ഇങ്ങോട്ട് കുറയാണ്. അതായത് ഇടതുപക്ഷത്തിന് കിട്ടിയ 81,000 വോട്ടിൽ നിന്ന് 25,000 വോട്ട് കുറഞ്ഞാൽ അത് 56,000 വോട്ടായി താഴേക്ക് വരും. 79,000 വോട്ടിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ പ്രകാശന് കിട്ടിയ 79,000 വോട്ടിൽ നിന്ന് 25,000 വോട്ട് അങ്ങോട്ട് ഈ വോട്ട് അവർക്കാണ് കിട്ടുന്നത്. 25,000 വോട്ട് അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ എത്ര വോട്ടായി അദ്ദേഹത്തിന്? 79,000 നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ 1,04,000 വോട്ടായി. അതുതന്നെയാണ് ഏകദേശം 40,000, 50,000 ഇടയിൽ വോട്ട് UDF വിജയിക്കുമെന്ന് പറയുന്നതിൻ്റെ കണക്ക്. അതായത് PV അൻവർ വഴി കിട്ടുന്ന വോട്ട്, അതോടൊപ്പം തന്നെ ഈ ഭാഗത്ത് ആൻറ്റി ഗവൺമെൻറ് വോട്ട്, അതായത് പിണറായി വിരുദ്ധ വോട്ട്. ജനങ്ങളിടയിലൊക്കെ വളരെ അസംതൃപ്തിയാണ്. നിലമ്പൂർ മണ്ഡലത്തിലെല്ലാം അസംതൃപ്തിയാണ് എന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ BJPക്ക് അവിടെ വലിയ കാര്യമായ ചലനമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം നേരത്തെ 2016 12,000 വോട്ട് കിട്ടിയപ്പോൾ കഴിഞ്ഞ തവണ 8,000 വോട്ടായി കുറഞ്ഞു. അത് വലിയ മാറ്റങ്ങളൊന്നും ലോക്സഭാ ഇലക്ഷനിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ആ സന്ദർഭത്തിൽ ഇവിടെ കൃത്യമായി പറഞ്ഞാൽ ഒരു വളരെ ശക്തമായ രൂപത്തിൽ UDFന് അനുകൂലമായ ഒരു തരംഗമാണ് ഉള്ളത്. അതിൽ UDF സ്ഥാനാർത്ഥി ജോയ് ആണെങ്കിൽ അത് എല്ലാവരെയും ഓർത്തിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. 2016 ആര്യാടൻ ഷൗക്കത്തിനുണ്ടായിട്ടുള്ള 12,000-ഓളം വോട്ടിൻ്റെ പരാജയം ഉണ്ടാവില്ല. കഴിഞ്ഞ തവണ പ്രകാശം മത്സരിച്ചപ്പോഴാണ് ആ വോട്ട് കുറഞ്ഞ് 2,800, 2,500 വോട്ടിനായിട്ടാണ് പ്രകാശം തോറ്റത് PV അൻവർ. മറ്റൊരു കാര്യം, ഇനി ഒരു ഇടതുപക്ഷ സ്വതന്ത്രനെ കൊണ്ടുവന്ന്, അതായത് കോൺഗ്രസ് നിന്ന് ചാടിച്ചു കൊണ്ടുവന്നിട്ടാണ് PV അൻവർ അവിടെ മത്സരം. PV അൻവർ കോൺഗ്രസ് നേതാവായിരുന്നു. DICI പിന്നീട് മാറി. അദ്ദേഹത്തെ ചാടിച്ചു കൊണ്ടുവന്നിട്ടാണ് നമ്മൾ നിലമ്പൂരിൽ മത്സരിച്ചത്. ആ നിലമ്പൂരിൽ മത്സരിച്ച് എല്ലാ തരത്തിലും സ്വാതന്ത്ര്യം കിട്ടി. പിണറായി വിജയനായി വളരെ അടുത്ത ബന്ധമുണ്ടായി. അവസാനം പിണറായി വിജയന് പാര വെച്ചിട്ടാണ് അദ്ദേഹം പോയത്. പിണറായി വിജയൻ ഇത്രയധികം തലവേദന ഉണ്ടാക്കിയ മറ്റൊരു നേതാവ് തന്നെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്നിട്ട് PV അൻവറെ രോമത്തിൽ തൊടാൻ പിണറായി വിജയന് പറ്റിയിട്ടില്ല. അപ്പോൾ ആ സന്ദർഭത്തിൽ ഇനിയൊരു പരീക്ഷണം നിലമ്പൂരിൽ വേണ്ട എന്നുള്ളതാണ് അവിടുത്തെ അണികളുടെ തീരുമാനം. പ്രത്യേകിച്ചും നമ്മളെ മാട്ടുമ്മൽ സലീം എന്ന് പറയുന്ന നിലമ്പൂർ മുനിസിപ്പൽ ചെയർമാൻ ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഏറ്റവും വലിയ എതിരാളിയാണ്. വല്ല കാരണവശാലും ആര്യാടൻ ഷൗക്കത്തിനെ കൊണ്ടുവരികയാണെങ്കിൽ അവിടെയുള്ള CPMൽ വലിയ പൊട്ടിത്തെറി വരും. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയും അതേപോലെ ഇപ്പോൾ 3 സ്ഥലങ്ങളിലാണ് പാർട്ടിക്ക് അധികാരമുള്ളത്. അമരമ്പലം പഞ്ചായത്തിലും പോത്തുകല്ല് പഞ്ചായത്തിലും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലുമാണ് CPMന് അധികാരമുള്ളത്. ആ അധികാരത്തെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ മുനിസിപ്പൽ ചെയർമാനായ മാട്ടുമ്മൽ സലീം അടക്കമുള്ള കൗൺസിലർമാർ, വാർഡ് മെമ്പർമാർ രാജിവെച്ച് കോൺഗ്രസിൽ ചേരുമെന്നാണ് പറയുന്നത്. ഒരു ഭാഗം BJPയിലേക്കും ഒരു ഭാഗം കോൺഗ്രസിലേക്കും ഒരു ഭാഗം മുസ്ലിം ലീഗിലേക്കും തിരിയുമെന്നുള്ളതാണ്. അത് ആര്യാടൻ ഷൗക്കത്തിന് എതിരെയുള്ള
രാധാ കൊലക്കേസിലെ ഏറ്റവും അധികം ആരോപണ വിധേയമാക്കി CPM പ്രചരണം നടത്തിയിട്ടുള്ള ആര്യാടൻ ഷൗക്കത്തിനെതിരെയാണ്. ഇതേപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വലിയ ആരോപണങ്ങൾ അവർ ഉയർത്തിയിരുന്നു, അതും ആര്യാടൻ ഷൗക്കത്തിനെതിരെയാണ്. അതിലപ്പുറത്തേക്ക് അർബൻ ബാങ്ക് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട വലിയ അഴിമതിയെക്കുറിച്ച് CPM പ്രചരണം നടത്തിയിരുന്നു, അതും ആര്യാടൻ ഷൗക്കത്തിനെതിരെയാണ്. ആര്യാടൻ ഷൗക്കത്തിനെ അവിടെ CPMൻ്റെ ഒരു വിഭാഗത്തിന് തീരെ ഇഷ്ടമേ അല്ല. അത്തരം സന്ദർഭത്തിൽ പാലക്കാട് സലീമിനെ കോൺഗ്രസിൽ നിന്ന് ചാടിച്ച് സ്ഥാനാർത്ഥിയാക്കിയിട്ട് 3000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ഷാഫി പറമ്പിൽ ജയിച്ച സ്ഥലത്ത് അവസാനം മാങ്കൂട്ടം വന്ന് ജയിച്ചത് എത്ര വോട്ടിനാണ്? 18,700ഓളം വോട്ടിന്, 6 ഇരട്ടി വോട്ടിനാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ മൊത്തത്തിൽ വോട്ട് തന്നെ CPM വോട്ട് തന്നെ അങ്ങോട്ട് സ്പ്ലിറ്റായിട്ട് പാർട്ടിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞത് വളരെ പ്രധാനമാണ്. ഞാൻ ഒരു പാർട്ടിയിലേക്കും പോവില്ല, പാർട്ടി എന്താണോ പറയുന്നത് ഞാൻ അനുസരിക്കുമെന്നുള്ളതാണ്. സത്യത്തിൽ ഇത്തവണ ആര്യാടൻ ഷൗക്കത്ത് മാറി നിൽക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ് അവിടുത്തെ കോൺഗ്രസിൽ നിന്ന് എല്ലാ മേഖലകളിലും, അതേപോലെ മുസ്ലിം ലീഗിൽ നിന്നും, അതേ PV അൻവറിൻ്റെ ഒരു പിന്തുണയും ആ ഭാഗത്തേക്കാണ്. കാരണം PV അൻവറോട് ഏറ്റുമുട്ടിയപ്പോൾ 12,000 വോട്ടിന് ആണ് അദ്ദേഹം തോറ്റത്. പ്രത്യേകിച്ചും 2021 കേരളത്തിൽ ആഞ്ഞടിച്ച UDF തരംഗത്തിൽ പ്രകാശൻ 2000 വോട്ടിനെ തോറ്റുള്ളൂ എന്ന കാര്യം വരുമ്പോൾ ആര്യാടൻ ഷൗക്കത്തിന് ചില നെഗറ്റീവ് കാര്യങ്ങൾ ആ മണ്ഡലത്തിലുടനീളമുണ്ട്. നമുക്കറിയാം ആര്യാടൻ മുഹമ്മദിൻ്റെ പ്രിയപ്പെട്ട മകനാണ്, നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ആളാണ്. ഞാനുമായിട്ടും അടുത്ത ബന്ധമാണ്. ഈ അടുത്ത കാലത്ത് ഞാൻ എറണാകുളം നെടുമ്പാശ്ശേരി വെച്ച് അദ്ദേഹത്തെ കണ്ടിരുന്നു. അദ്ദേഹത്തോട് വളരെ നിലമ്പൂർ ഇലക്ഷനെ പറ്റി ചോദിച്ചിരുന്നു. പക്ഷേ ഇവിടെ ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിന് വളരെ നിർണായകമാണ്. അടുത്ത നിയമസഭാ ഇലക്ഷന് മുമ്പുള്ള ഒരു ഇലക്ഷനാണ് വരാൻ പോകുന്നത്. ആ ഇലക്ഷനിൽ നിലമ്പൂർ സാധാരണ വോട്ടിന് ജയിച്ചാൽ പോരാ, വൻ ഭൂരിപക്ഷത്തിന് ജയിക്കണം. ഇവിടെ PV അൻവർ എന്ന് പറയുന്ന ഒരു ശക്തിയുടെ വോട്ട്, നെഗറ്റീവ് വോട്ട്, ഇതെല്ലാം കൂടെ, അതായത് മാർക്സിസ്റ്റ് അണികളിൽ ശക്തമായ നെഗറ്റീവ് വോട്ടാണുള്ളത്. ആ അണികളെല്ലാം അസംതൃപ്തരാണ്. അവർ മാറി അവിടെ പ്രാദേശികമായുള്ള ശക്തനായ ഒരാൾക്ക് വോട്ട് ചെയ്യാൻ അവർ തയ്യാറാണ്. അത് അങ്ങനെ വരുമ്പോൾ ജോയ് ഒരു 40,000 വോട്ടിനേറെ ജയിക്കുമെന്ന് പറയുന്നത് എല്ലാവരും അത്ഭുതത്തോടെയാണ് പറയുന്നത്. സത്യത്തിൽ ഇത് എൻ്റെ റിപ്പോർട്ടല്ല, ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ കാതൽ ഇത്രയേ ഉള്ളൂ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. നമുക്ക് ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഇൻ്റർവ്യൂ പൂർണ്ണമായി കേൾക്കാം. ആരാണ് നിലമ്പൂരിൽ സ്ഥാനാർത്ഥി എന്നത് എൻ്റെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്, അത് കോൺഗ്രസ് ഐക്യമായിട്ട് തീരുമാനിക്കും. അൻവർ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അൻവർ UDFൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കുക, അതൊരു ബഹുഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കുക എന്നതാണ് അൻവറിൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി ആര് കാൻഡിഡേറ്റ് ആയാലും അൻവർ അതിനുവേണ്ടി പ്രവർത്തിക്കുമെന്നുള്ളതാണ് അൻവർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എല്ലാവരും യോഗ്യതയുള്ളവർ തന്നെ, ആരും യോഗ്യത കുറവുള്ളവരായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ അത് പാർട്ടി ഇവിടെ ആര് നിന്നാലാണ് കൂടുതൽ ജയിക്കുക, ആർക്കാണ് കൊടുക്കാൻ നല്ലത് എന്നൊക്കെ പാർട്ടി എല്ലാ കാര്യങ്ങളും വിലയിരുത്തിയാണ് പാർട്ടി കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അങ്ങനെ വന്നാൽ ഇങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾ സാങ്കല്പികമായ ചോദ്യങ്ങളും സാങ്കല്പികമായ ഉത്തരങ്ങളും അല്ല തരേണ്ടത്. പക്ഷേ ഇവിടെ അങ്ങനത്തെ യാതൊരു പ്രശ്നവുമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. അല്ല, സ്വാഭാവികമായിട്ടും അപ്പുറത്തുണ്ടായിരുന്ന ഒരു വോട്ട് ഇപ്പുറത്തേക്ക് വന്നാലും അതും സംഭാവന തന്നെ. ഒരു വോട്ട് മാത്രമാണ് അല്ല, അത് എത്ര വോട്ടാണെങ്കിലും എത്രയാണെങ്കിലും അൻവറിന് കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും, ഒരു സംശയമില്ല. കാരണം അൻവറുടെ 9 വർഷക്കാലം MLA ആയിരുന്ന ആളാണ്. അല്ല, അതൊന്നും ഇപ്പം ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. കാരണം അങ്ങനെയൊന്നും ഞാനിപ്പോൾ ഓരോ കാര്യങ്ങളും ചികഞ്ഞ് പരിശോധിക്കാനൊന്നും നമുക്ക് കഴിഞ്ഞിട്ടില്ല. നിലമ്പൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ UDF തോറ്റിട്ടുണ്ട്, UDF ജയിച്ചിട്ടുണ്ട്. എൻ്റെ പിതാവ് 65-ലും 67-ലും പരാജയപ്പെട്ടതിന് ശേഷമാണ് 1977 ആദ്യമായിട്ട് അദ്ദേഹം ജയിക്കുന്നത്. അപ്പോൾ ഇത് പല ഘടകങ്ങളുണ്ട്. ഇത് അങ്ങനെയൊന്നുമല്ലല്ലോ ഷാജാനെ, ഞാൻ പറഞ്ഞതിലെല്ലാം ഉണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ ഈ മുനമ്പം പോലുള്ള പ്രശ്നങ്ങളും അതിലൊക്കെ ഐക്യജനാധിപത്യ മുന്നണി എടുത്ത സ്റ്റാൻഡും ഒക്കെ വളരെ ക്ലിയറാണ്. അതിനെക്കുറിച്ചൊക്കെ നേതാക്കന്മാർ തന്നെ വളരെ വ്യക്തമാക്കിയ കാര്യങ്ങളാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, നിലമ്പൂരിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ആര് സ്ഥാനാർത്ഥിയായാലും ഒരു 25,000 വോട്ടിന് ജയിക്കും, യാതൊരു തർക്കമില്ല.